ഹായ്, ഇന്ന് നമ്മൾ CMA പേപ്പർ 5 അത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണ്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സെൽഫ് ബാലൻസിങ് ഇല്ലേ, അത് ഒഴിവാക്കിയാലോ സാർ? സാർ എനിക്ക് കൺസൈൻമെൻറ്റും ജോയിൻറ്റ് വെഞ്ചറൊക്കെ ഭയങ്കര കൺഫ്യൂഷനാവുക, അതങ്ങ് ഒഴിവാക്കിയാലോ? അങ്ങനെ ഏതൊക്കെ സ്കിപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സംഗതി ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. പഠിക്കുമ്പോൾ തന്നെ ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ ചാപ്റ്റർ, ഇതിൽ ഏതൊക്കെയാണ് ബുദ്ധിമുട്ട്, ഇത് ഏതൊക്കെ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ കുട്ടികളുടെ അടുത്ത് മറ്റു കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, ഡിസ്കസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സീനിയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നത് അപ്പോൾ അവർ പറയും ഇന്നത് ഒഴിവാക്കിക്കോളൂ എന്നൊക്കെ. ഈ ഒഴിവാക്കുമ്പോഴുള്ളൊരു പ്രശ്നം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു റിസ്ക്കൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ട്രെൻഡൊക്കെ ചിലവർ പഠിക്കാറുണ്ട്, അങ്ങനെ കഴിഞ്ഞ കൊല്ലം അത് 2 കൊല്ലം ഇതാണ് ചോദിച്ചത്, അപ്പോൾ ഇനി 3ാമത്തെ കൊല്ലം ഇങ്ങനെ ചോദിക്കാമെന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ട്രെൻഡൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ട് ആകെ പൊളിച്ച് പാളീസാക്കി കൈ തരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡൊന്നും ഇല്ലാതെ ഓപ്ഷണൽ സ്റ്റഡി നടത്താതെ സിലബസ് മൊത്തമായി കവർ ചെയ്യുന്ന ഒരു പഠനം നടത്താൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും സ്കിപ്പ് ചെയ്യണോ എന്നുള്ളത് അധ്യാപകനോട് ചോദിക്കേണ്ട. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു 6 ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലായിക്കോളൂ, നിങ്ങൾ തന്നെ തീരുമാനം എടുത്തോളൂ അത് വേണോ വേണ്ടേന്നൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം നമ്മുടെ CMA 2016 സിലബസിലാണ് നമ്മളുള്ളത്. ആ സിലബസ് പ്രകാരം ഇതുവരെ 6 എക്സാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 6 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്കറിയാം 2017 ജൂണിലാണ് ആദ്യത്തെ എക്സാം നടക്കുന്നത്. 17 ജൂണിൽ ഡിസംബർ 2007 അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയില്ല. 18 2 ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ 19 2 ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. 6ഉം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമുക്ക് എന്ത് ചെയ്താം, ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 8 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 25 മാർക്കും ബാക്കിയുള്ള 7 ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യന് 15 മാർക്ക് വീതം ഉണ്ടാവുക. ആ ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യനിലെയും ചിലപ്പോൾ എയും ബിയും ഉണ്ടാവും. A 9 മാർക്ക്, B 6 മാർക്ക്, 15 ആയില്ലേ. ചിലപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യന് ചിലപ്പം 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആവാം. എങ്ങനെ വന്നാലും ആ 2 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ 15 മാർക്കിൻ്റെ ആവും. ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചാപ്റ്ററിൽ നിന്നാവും, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഒന്നാവും, അല്ലെങ്കിൽ 3 ചാപ്റ്ററിൽ നിന്ന് 5 5 5 അങ്ങനെ ആവും. പല കാറ്റഗറി ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്, അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 25 മാർക്ക് കിട്ടും. ഫുൾ ഒബ്ജക്റ്റീവ്, ഫില്ലിംഗ് ബ്ലാങ്ക്സ്, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന കാറ്റഗറിയിൽ MCQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, A ഉണ്ട്. Aയിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 10 ക്വസ്റ്റ്യൻ. B എന്നുള്ള സബ് ക്വസ്റ്റ്യൻ എത്രയുണ്ട്? 5 എണ്ണം. അപ്പോൾ എത്രയായി? 15. സിയിലും അതുപോലെ തന്നെ 5 എണ്ണം. അപ്പോൾ എത്രയായി? 20. ഡിയിലും എത്രയായി? 5 എണ്ണം. അപ്പോൾ എത്രയായി? 25. ഫൈൻ. അപ്പോൾ 25 ക്വസ്റ്റ്യനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിൽ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ, ഈ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 25 നമ്മൾ കവർ ചെയ്താൽ ബാക്കി ഇനി 75 അല്ലേ ഉള്ളൂ. ഈ 75-ന് നിങ്ങൾ ഈ വരുന്ന ബാക്കിയുള്ള 7 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 7 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾ 105 മാർക്കോളം വരും. അത്ര ആവശ്യമുണ്ടോ? ഓൾറെഡി 25 ആയില്ലേ. 25 + 105 130 മാർക്കിനൊക്കെ എഴുതണോ? വേണ്ട. നിങ്ങൾ ഇനി സെലക്ട് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻ മാത്രം. 5 × 15 75. ഓൾറെഡി 25 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25 + 75 = 100. അപ്പോൾ ഇതിൽ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ കോൺഫിഡൻസ് പോലെ എടുക്കുന്നു. അപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 2ാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ ആനന്ദ് എന്നുള്ള വ്യക്തി എന്ത് ചെയ്തു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആനന്ദ് ഈ ബിറ്റ് എടുക്കുമോ? 9 മാർക്കോളം എന്ത് വരുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നുണ്ട്. ഇനി അടുത്തത് 3 വരുന്നത് ഫിനാൻഷ്യൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ AS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ആനന്ദ് ASഉം എന്ത് ചെയ്തതാണ്, സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ AS സ്കിപ്പ് ചെയ്ത കാരണം 6 മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആനന്ദ് ചെയ്യില്ല, നമ്പർ 3 കൊടുക്കില്ല. അപ്പോൾ ആനന്ദിൻ്റെ 7 എണ്ണത്തിന് 2 ഓപ്ഷൻ പോയി. ഇനി ആനന്ദിന് എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. ഈ 5-ൽ ഇനി 5 കൊടുക്കണ്ടേ?
ഓക്കെ, 5 എടുക്കാൻ വേണ്ടി വന്നപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. ആനന്ദ് പഠിച്ചതാണ്, കുറച്ച് കമ്പാരിറ്റീവ് ഒരു രസമുള്ളതാണല്ലോ, അപ്പോൾ അതെടുത്തു. പിന്നെ ആനന്ദ് സ്കിപ്പ് ചെയ്ത സാധനമാണ് ഇൻഷുറൻസ് ക്ലെയിം. അപ്പോൾ ആനന്ദ് 5ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ചെയ്യാൻ ക്യാപ്പബിൾ അല്ല, അപ്പോൾ ആനന്ദ് സങ്കടമായി. ഓക്കെ, ഇനി റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. പല കുട്ടികളും പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് പാർട്ട്ണർഷിപ്പ്. വലിയ സാധനമില്ലെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ അതിൽ നിങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, പിന്നെ ഇൻസോൾവൻസി, ഈ ഏരിയയിൽ നിന്നല്ലാത്ത ബാക്കി വരുന്ന ഏരിയാസൊക്കെ വളരെ റെയറായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2012 അല്ലെങ്കിൽ ഒരു 8 ശേഷം പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, അതിന് ശേഷം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറായിട്ട് 1-2 തവണ മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ചോദിക്കാത്തൊരു ഏരിയയാണ് എന്ന് കരുതി അത് പഠിക്കേണ്ട, സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പ് ഇത്രയും ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ +2 പഠിച്ച ആളുകളാണല്ലോ. ഓക്കെ, +2 പഠിച്ചതല്ല, പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചോ ഇല്ലയെന്ന് അറിയില്ല. ഓക്കെ, ഇനി അടുത്ത് ബ്രാഞ്ച് സെൽഫ് ബാലൻസിങ്. ഒരാൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സെൽഫ് ബാലൻസിങ്. അപ്പോൾ ഒരാൾ ഇതേപോലെ AS സ്കിപ്പ് ചെയ്തു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്കിപ്പ് ചെയ്തു, ഇൻഷുറൻസ് ക്ലെയിംസ് സ്കിപ്പ് ചെയ്തു, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സ്കിപ്പ് ചെയ്തു. ഇങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോൾ ദർ ഇസ് എ റിസ്ക് ലൈക്ക് ദിസ്. ഇതേപോലെ ഒരു റിസ്ക് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ആദ്യം നിന്ന് നിങ്ങൾ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെ വരുമോ, ആ ഏരിയ എന്നൊക്കെ ചോദിക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് ചോദിക്കുമോ, സാറേ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കി, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 8 B ഉണ്ട്. കൂടാതെ ഒരു 15 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 20 മാർക്സ്. തകർക്കും. പാർട്ട്ണർഷിപ്പ് ഒരു നിലക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പാർട്ട്ണർഷിപ്പ് മറ്റേതൊക്കെ മാറ്റി നിർത്താമെന്നല്ല. ഓക്കെ, ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 2017 ഡിസംബറിൽ 2016 സിലബസിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ നമ്മൾ എറർ 6 മാർക്കിന് വെച്ചിട്ടുണ്ട്. ASൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, AS പിന്നെ 10ൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 15 മാർക്കുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ 15 മാർക്കുണ്ട്. ഡിസൊല്യൂഷനാണ് ചോദിച്ചത് 7 മാർക്ക്. പിന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്നും പിന്നെ ഇൻസോൾവൻസി. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. സെൽഫ് ബാലൻസിങ്, ഇൻഷുറൻസ് ക്ലെയിം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 5 മാർക്ക്. അപ്പോൾ ചെറിയ പോർഷനാണ്, പല ആളുകളും ഒഴിവാക്കുന്ന ഒന്നാണിത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു വിടണം. കാരണം ഒരു 5 മാർക്ക് തിയറി എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക്കിൽ നിന്നാണ് 5 മാർക്ക് വെച്ചിട്ടുള്ളത്. AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. പിന്നെ കൺസൈൻമെൻറ്റ് 5 മാർക്ക്. ഓക്കെ അല്ലേ? യെസ്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2018 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ, 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ASൽ നിന്ന് റെക്ടിഫിക്കേഷനിൽ നിന്ന്, അതേപോലെ തന്നെ നോൺ പ്രോഫിറ്റ് 15. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തതിൽ നിന്നൊക്കെ 2 തവണ എന്ത് ചെയ്യുന്നു, അടുപ്പിച്ച് നോൺ പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ +1 പഠിച്ചല്ലേ. പക്ഷേ +1 പഠിച്ച പോലെയുള്ള ക്വസ്റ്റ്യൻ ആവില്ല. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നല്ല സ്റ്റാൻഡേർഡ് കിഡിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എററൊക്കെ കൂടി കുഴച്ച് ഒരു പരുവത്തിൽ വരുന്ന തകർപ്പൻ ക്വസ്റ്റ്യനുകൾ. അത് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് സിംഗിൾ എൻട്രിയുടെ ചോദിച്ചിട്ടുണ്ട്. അഡ്മിഷൻ 15 മാർക്ക്. ഓക്കെ അല്ലേ, തകർപ്പൻ. ഇനി അങ്ങനെ ബ്രാഞ്ച്, അങ്ങനെ കൺസൈൻമെൻറ്റ് എക്സെട്ര ഒക്കെ നിങ്ങൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഡിസംബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലും നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 15 മാർക്കിൻ്റെ ഡെത്ത് ഉണ്ട്, മരണം സംഭവിച്ചു. നോൺ പ്രോഫിറ്റ് പിന്നെയും 15. ഇൻഷുറൻസ് ക്ലെയിം വരുന്നുണ്ട്, സെൽഫ് ബാലൻസിങ് വരുന്നുണ്ട്, റോയൽറ്റി 8 മാർക്കിനുണ്ട് കേട്ടോ. ഓക്കെ, വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി AS2 ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നാണ്. സാറേ AS പഠിക്കണോ വേണ്ടേ, AS സ്കിപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ അതേപോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ കഴിയില്ല, അത്ര തന്നെ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് 7 മാർക്ക്. ഓക്കെ, പിന്നെ ഇൻസോൾവൻസി ചെയ്തതിനെ പാർട്ട്ണർഷിപ്പാണ്. ഇവിടെ പാർട്ട്ണർഷിപ്പിൽ ഓൾറെഡി ഡെത്ത് ചോദിച്ചിട്ടുണ്ട്, കൂടാതെ 5 മാർക്കാണ്. അങ്ങനെ 20 മാർക്ക് പാർട്ട്ണർഷിപ്പാണ്. ഈ പാർട്ട്ണർഷിപ്പാണോ നിങ്ങൾ സ്കിപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്? ഹയർ പർച്ചേസ് വന്നിട്ടുണ്ട്, ഡിസ്ക്ലോഷർ AS 5 മാർക്ക് AS. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. പിന്നെയും ഫൈനൽ അക്കൗണ്ട് ഡിസൊല്യൂഷൻ 15 മാർക്ക്. ഓക്കെ, നോൺ പ്രോഫിറ്റ് 5 മാർക്കാണ്. കൺസൈൻമെൻ്റ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് AS ചോദിച്ചിട്ടുണ്ട് 6 മാർക്കിന്. AS 9 റവന്യൂ റെക്കഗ്നിഷൻ. പിന്നെ അങ്ങനെ വന്ന് ഇൻകംപ്ലീറ്റ് 7 മാർക്ക്. റെക്ടിഫിക്കേഷൻ എറർ. ഓക്കെ അല്ലേ, റെക്ടിഫിക്കേഷൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വർക്കൗട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇനി ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ.
അതിലും പാർട്ട്ണർഷിപ്പ് 5 മാർക്ക് ഇവിടെ ഉണ്ട്, സെൽഫ് ബാലൻസിങ് 10 മാർക്ക്, റോയൽറ്റി 10 മാർക്കിനുണ്ട്, അഡ്മിഷൻ 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എക്സെട്ര. കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് AS7 AS പഠിക്കണോ? ഇതേപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഓക്കെ അല്ലേ? യെസ്. ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ.